പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരോട് നമുക്ക് ചോദിച്ചറിയാം. നിങ്ങൾ PWD ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നോ? ഇതിന്റെ കടയുടെ പണി നടക്കുമ്പോൾ തന്നെ ഞാൻ അപേക്ഷ കൊടുത്ത ഈ കൊമ്പ് ഞങ്ങൾക്ക് ഭീഷണിയാണ്, റോഡിനും ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് അവര് ഇറിഗേഷന് വേണ്ടി ഇറിഗേഷൻ വകുപ്പായി കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ 2 മാസമായി. ഇപ്പം തന്നെ ഒരാളെ ബൈക്കുകാരന്റെ മേത്ത് വേണ്ടിയാണ് തലനേരക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. വണ്ടീന്റെ മുകളിൽ ഗുണം. അതെ, സെക്കൻഡിൽ വെച്ച് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റൂട്ടാണിത്. ഇപ്പൊ തന്നെ എത്ര സമയം വണ്ടി ബ്ലോക്കായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് എത്ര വണ്ടി ബ്ലോക്കായി. ഈ മരം മുറിഞ്ഞ് വീണത് നിങ്ങളിപ്പോൾ അറിയിച്ചോ? ഇപ്പം പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. PWD അറിയിച്ച് വനം വകുപ്പിന്റെ ഇതിലാണിത് അവരാണ് ചെയ്യേണ്ടത്. പക്ഷേ ജനങ്ങൾ മേത്ത് വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വ്യാപാരി വ്യവസായ സമിതിയുടെ ശ്രീ ഏരിയ സെക്രട്ടറി BM മോദുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുറേ സമയമായി ഈ മരക്കൊമ്പ് ഇവിടെ മുറിഞ്ഞു വീണിട്ട്. ഇവിടെ വലിയൊരു അപകടം എന്തോ ഒരു ഭാഗ്യത്തിനാണ് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത്. കാരണം ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിക്കപ്പ് വാനിൽ വന്ന ആളുകൾ ആ വണ്ടിയുടെ മുകളിലാണ് ഈ മരം മുറിഞ്ഞ് വീണത്. അതിൽ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ പോയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി കിട്ടി. ഇത് നമ്മുടെ ഏറ്റവും വലിയ തിരക്കേറിയ പേരാമ്പ്രയിലെ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ നിരവധി വാഹനങ്ങളും യാത്രക്കാരൊക്കെ പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുൻവശത്താണ് ഇത്തരത്തിലുള്ള അപകട ഭീഷണിയുള്ള ഒരു മരം ഇവിടെ കിടക്കുന്നത്. ഈ കടയുടമ 1-2 മാസം മുമ്പ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള അവരുടെ അധികാരികൾക്ക് മുഴുവനായി ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. എന്നിട്ട് പോലും വേണ്ടൊരു നടപടി എടുത്തിട്ടില്ല. നമുക്കറിയാം, പല അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിനെ പിന്നെ തീരുമാനം എടുക്കുന്നതിന് പുറത്ത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഇവിടെ ആർക്കും തന്നെ വന്നു നോക്കിയാൽ അറിയാം, ഈ ഒരു അപകടമായ ഒരു അവസ്ഥയിലാണ് ഈ മരം ഉള്ളത്. ഇതിൻ്റെ അടിഭാഗം തന്നെ ഉണങ്ങിക്കിടക്കുകയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ വ്യാപകമായ രീതിയിൽ മഴ, കാറ്റും ശക്തമായൊരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ അപകട ഭീഷണിയുള്ള ഈ മരത്തിൻ്റെ ചില്ലകളും അതുപോലെ തന്നെ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ വലിയൊരു അപകടം ഇനിയും. ഇപ്പം വളരെ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഒരു കൊമ്പ് മാത്രമേ അടർന്നു വീണിട്ടുള്ളൂ. അതിന് വലിയൊരു വാഹനത്തിൻ്റെ മുകളിൽ, ആ വാഹനത്തിൽ ആളുകളില്ലാത്തത് കൊണ്ട് അവരൽപ്പം രക്ഷപ്പെട്ട് ഒരു തലനേരേക്കാണ് ഒരു ബൈക്കുകാരൻ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കുമ്പോൾ ഞങ്ങളെല്ലാം അവരാണ്, വനം വകുപ്പാണ്, PWD ആണ്, പഞ്ചായത്താണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടി ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. നമുക്ക് ഇവർ പറഞ്ഞ് വളരെ വളരെ ശരിയാണ്. ഉണങ്ങിക്കിടക്കുകയാണ് ഈ മരക്കൊമ്പുകൾ. അതുപോലെ തന്നെ ഇതിന് മുകൾ ഭാഗത്ത് തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ വലിയ കൊമ്പുകളാണ്. ഈ മരക്കൊമ്പ് വീണ് കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുമെന്നാണ് ഈ ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത്. എന്തായാലും അധികാരികൾ ഇത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നടപടി ഉടനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാവാൻ സാധ്യത നമുക്ക് ഒഴിച്ചുകൂടാ. മരക്കൊമ്പ് ഇപ്പോഴും റോഡിലാണ് കിടക്കുന്നത്. അതൊന്നും മാറ്റാനുള്ളൊരു സംവിധാനം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിവിടെ യാദൃശികമായിട്ട് വന്നതാണ്. ഈ വണ്ടിയുടെ മേലെ ഒരു മരക്കഷ്ണം വീണ് അതിൻ്റെ ഗ്ലാസ്സൊക്കെ മൊത്തം പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മരം നോക്കുമ്പോൾ ഇതിൻ്റെ അടിവേര് മൊത്തം പോയതാണ്. ഏത് സമയത്ത് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടാണ്, മെയിൻ റൂട്ടാണ്. ഏത് സമയത്തും വാഹനങ്ങളുടെ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് ഈ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ന് എത്ര സമയത്താണ് ഇവിടെ അപകടം സംഭവിച്ചു? 2:30 ആയിട്ടില്ല, 2:30 മണിയായി. വാഹനം തന്നെ ചെല്ലു പൊട്ടിപ്പോയില്ലേ? വാഹനം ഇപ്പം തന്നെ ബ്ലോക്ക് ആയിട്ടില്ലേ? അപകട ഭീഷണി നേരിടുന്നതാണ്. എന്താണ് പറയേണ്ടത്? ഇത് മുറിച്ച് മാറ്റണം. എന്തായാലും മുറിച്ച് മാറ്റാൻ തന്നെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അത്രയും അപകട ഭീഷണി വരുന്നു. ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിടുന്നതും എല്ലാം ചെയ്യുന്നൊരു സ്ഥലമാണ്. എന്തായാലും ഇടപെട്ടിട്ട് ഇവിടെ കല്ലോട് ALP സ്കൂൾ
സ്ഥിതി ചെയ്യുന്നുണ്ട്. തൊട്ട മുന്നിൽ തന്നെയാണ്, ഈ മരത്തിൻ്റെ തൊട്ട മുന്നിൽ തന്നെയാണ്. ഈ മരം ഏതെങ്കിലും കാരണവശാൽ കാറ്റിലോ അല്ലാതെയോ പൊരിഞ്ഞു വീഴുകയാണ് ഈ സ്കൂൾ കെട്ടിടത്തിലേക്കാണ് മറിഞ്ഞു വീഴാൻ സാധ്യത. അതുകൊണ്ട് എന്തായാലും ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും നമുക്ക് സ്കൂൾ അധികൃതരോടും കൂടി നമ്മുടെ അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ പറയൂ, എന്തൊക്കെയാണ്? കല്ലോട് LP സ്കൂളിന് മുമ്പിൽ ഒരുപാട് യാത്രക്കാരൊക്കെ പോകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ വഴിയിലേക്ക് വണ്ടി കയറുന്ന നേരെ മുമ്പിലുള്ള ഗേറ്റിൻ്റെ ഭാഗത്തുള്ള സ്ഥലമാണ്. ഈ മരം കുറേ കാലമായി ഇങ്ങനെ ഇല തൂങ്ങി നിൽക്കുന്നു. പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇപ്പം ഇത് എപ്പോഴും ഏത് സമയത്ത് കാറ്റിനൊക്കെ ചെരിഞ്ഞു പോകാനുള്ള അവസരം കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെ ഭീഷണിയായിട്ട് തന്നെ നോക്കുക. സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വളരെ ഭീഷണിയാണ്. പിന്നെ തൊട്ടടുത്തുള്ള വഴിയോരങ്ങളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ആ വാഹനങ്ങളുടെ മേലിലൊക്കെ കൊമ്പ് പൊട്ടുവാനുണ്ട്. ആളുകൾ വഴിയാത്ര നടക്കുന്നതാണ്. ഈ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാനുള്ള ശ്രദ്ധ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നേരത്തെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് പരാതിയൊക്കെ നൽകിയിരുന്നു അല്ലേ? വളരെ മുമ്പ് പരാതിയൊക്കെ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സൈഡിലുള്ള ഒരു മരം ഉണ്ടായിരുന്നു, അത് മുറിച്ചു മാറ്റി. അതിന്റെ കൂടെ ഉള്ളതാണ്. അതിന്റെ മുമ്പിലുള്ള പ്ലാവ് തന്നെ ഒരുപാട്, എനിക്ക് തോന്നുന്ന 100-150ഓളം വർഷം പഴക്കമുള്ള പ്ലാവാണ്. അത് മുഴുവനായിട്ട് ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഫോറസ്റ്റിലും മറ്റേ ഇതിലൊക്കെ ആദ്യം നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനിയിപ്പം സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് പറയുന്നത്. ഈ വഴി കൂടിയാണോ വിദ്യാർത്ഥികളൊക്കെ അങ്ങോട്ട് വരുന്നത്? നമ്മളെ വഴി തന്നെ ഈ റോഡിന്റെ ഈ വശത്തൂടിയാണ്. അതെ അതെ. എന്തായാലും വളരെ അധികാരികൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. തൊട്ട മുന്നിൽ, ഈ മരത്തിന് തൊട്ട മുന്നിൽ തന്നെയാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികളൊക്കെ ഈ വഴിയിൽ കൂടിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഈ വാഹനങ്ങൾ ഓരോ സെക്കൻഡിലും ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന റൂട്ടാണ്. വലിയ ഭീഷണിയായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. അധികാരികൾ കണ്ണ് തുറക്കേണ്ട സമയം തന്നെയാണ് ഇത്. നേരത്തെ ഒരു അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് സ്കൂൾ അധ്യാപകരും നാട്ടുകാരും ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അധികാരികൾ കണ്ണ് തുറക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ റോഡ് കുണ്ടും കുഴിയും ആയി വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതിലെ നടന്നു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒരു വിദ്യാലയം ഇവിടെ ഉണ്ട്. നാട്ടുകാരാണ്, എനിക്ക് തോന്നുന്നു നാട്ടുകാരാണ് ഈ കൊമ്പൊക്കെ ഇപ്പോൾ മുറിച്ചു മാറ്റുന്നത്. അധികാരികളോ മറ്റാരോ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാട്ടുകാരാണ് ഇതിൻ്റെ കൊമ്പൊക്കെ ഇപ്പോൾ മുറിച്ചു മാറ്റുന്നത്. ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മരം വലിയൊരു അപകടം ഉണ്ടാക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത് അധികാരികൾ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കാം. റോഡിൽ കിടക്കുന്ന മരം, ആ കൊമ്പുകളൊക്കെ മുറിച്ചു മാറ്റുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. നാട്ടുകാരാണ് ഇത് ചെയ്യുന്നത്. അധികാരികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നാട്ടുകാർ തന്നെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ റോഡിൽ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് ഇവിടുന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് നാട്ടുകാരും പറഞ്ഞു, പിന്നെ ഈ പീഡിയക്കാരും പറഞ്ഞാണ്. ആരും ഇതുവരെ ഒരു മൈൻഡ് ചെയ്തില്ല. അപ്പം രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടാണ്. എന്നിട്ടും പിന്നെ അതിൻ്റെ അതേ വണ്ടിയും സ്കൂളും മുമ്പ് തന്നെയാണ് സ്കൂളുള്ളത്. എല്ലാം ഉണ്ടായിട്ടും ഒരു മറുപടി ഉണ്ടായില്ല. ഒരു മറുപടിയും കിട്ടും. ഇന്നിപ്പോ ഇതിന്റെ വലിയൊരു കൊമ്പ് മുറിഞ്ഞു വീണു. മുറിഞ്ഞു വീണ് അവന്റെ ഒരു ചങ്ങായിന്റെ വണ്ടീന്റെ മുകളിലാണ് വീണ്. അതെ, അയാളെടുത്ത് പോയിക്കുന്നത് അറിയില്ല. ഗ്ലാസും പോയി. ഇപ്പം ബാക്കിയുള്ള ഇപ്പം വീഴാൻ അയക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ ഇനിയിപ്പം നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? ദിവസങ്ങൾ കാത്തിരിക്കാൻ പറയാന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനാകില്ല. നിരവധി പ്രാവശ്യം പറയുകയും രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടോ അവര്. മുകളിൽ വീണുണ്ടെങ്കിൽ അറിയാലോ. അതെ, ഈ മരക്കൊമ്പ് പറയുമ്പോൾ കൂടുതൽ ആളില്ലായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. കുട്ടികൾ വിടുന്ന സ്കൂളിൽ വിടുന്ന നേരത്തെ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന് നടപടി എടുക്കാനുള്ള ഇത് സ്വീകരിക്കുക. പെട്ടെന്ന് നമ്മളെ ഉറപ്പില്ലാത്ത മരം. അതെ, ഉറപ്പില്ലാത്തൊരു മരമാണ്. പടുമരാണെന്ന് പറയുന്നത്. കാട്ടുമരം, ഒരു പ്ലാവാണ്. പ്ലാവ് മുഴുവൻ ഉണങ്ങി കിടക്കുകയാണ്. വേര് ദ്രവിച്ചിരിക്കുകയാണ് മഴയത്ത്. ഇന്ന് കൂടുതൽ ആളില്ലാത്ത സമയത്താണ് ഒരു കൊമ്പ് മുറിഞ്ഞു വീണത്. വലിയ ദുരന്തം ഇല്ലാതെ ഒരു വാഹനത്തിൻ്റെ മുകളിൽ അതിന് ഗ്ലാസ് പൊളിഞ്ഞില്ലേ? ഗ്ലാസ് പൊളിഞ്ഞു. ആർക്കും പരിക്കുണ്ടോ? പരിക്ക് പറ്റിയില്ല. അതെ, പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടതാണ്. തലനാരിഴയ്ക്ക്
രക്ഷപ്പെട്ടതാണ്. എന്തായാലും അധികാരികൾ അടിയന്തരമായി ഈ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്നാണ് നാട്ടുകാരും പരിസരവാസികളും അധ്യാപകരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഒരു നടപടി അടിയന്തരമായിട്ടുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാട്ടുകാർ ഈ കൊമ്പുകളൊക്കെ തന്നെ മുറിച്ചു മാറ്റുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഗതാഗത തടസ്സമുണ്ടാവാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ അത് ഏറ്റെടുത്തതാണ്.